നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ ചർച്ചകൾക്കിടയിൽ ഗാസ ആക്രമണത്തിൽ ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഇസ്രയേൽ വ്യോമ ഡ്രോൺ ആക്രമണങ്ങളിൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ 3 പേരും ഗാസ സിറ്റിയിൽ 2 പേരും കൊല്ലപ്പെട്ടു. റഫേൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 6 സ്ത്രീകളും 5 കുട്ടികളും ഉൾപ്പെടെ 29 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഗാസ ആക്രമണത്തിൽ ഇതോടെ 34 പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രയേൽ പതിവായി റഫേൽ ലക്ഷ്യമിട്ടിരുന്നു. തീരദേശ എൻക്ലോവിലെ അവസാനത്തെ പ്രധാന ഹമാസിന്റെ ശക്തി കേന്ദ്രമാണ് റഫേ എന്നാണ് ഇസ്രയേൽ പറയുന്നത്. 1 ദശലക്ഷത്തിലധികം ഫലസ്തീനികൾ ഈജിപ്ഷ്യൻ അതിർത്തിയിലെ നഗരത്തിൽ അഭയം തേടിയിട്ടുണ്ട്. മാനുഷിക വിപത്ത് ഭയന്ന് അമേരിക്ക ഇസ്രയേലിനോട് ആക്രമിക്കരുതെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ബന്ദികളെ മോചിപ്പിക്കണമെന്നും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തണമെന്നുമുള്ള സമ്മർദ്ദം ഇസ്രയേലിനും ഹമാസിനുമേൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ബൈഡൻ തന്റെ നിലപാട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചത്. റാഫേൽ അഭയം പ്രാപിച്ച 10 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികളെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ബൈഡൻ നെതന്യാഹുവിനോട് സംസാരിച്ച കാര്യം വൈറ്റ് ഹൌസ് അറിയിച്ചത്. റാഫേൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്ക ആക്രമണങ്ങളെ എതിർക്കുമെന്നും ബൈഡൻ പറഞ്ഞു. ബന്ദികളെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും ഇരുവരും സംസാരിച്ചിട്ടുണ്ട്. ബന്ദികളെ മോചിപ്പിക്കുന്നതിനും കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളെ വടക്കൻ ഗാസയിലേക്ക് തിരികെ അനുവദിക്കുന്നതിനും പകരമായി 40 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈജിപ്ത്, ഖത്തർ, US എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർ ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കാൻ ആഴ്ചകളെ ശ്രമിക്കുകയാണ്. അത് പോരാട്ടത്തിന് വീണ്ടും ഒരു താൽക്കാലിക വിരാമവും ഇസ്രയേൽ ഇപ്പോഴും തടവിലാക്കിയിരിക്കുന്ന 133 ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യും. 30 ബന്ദികളെങ്കിലും മരിച്ചതായി കരുതപ്പെടുന്നുണ്ട്. അതിനിടെ റഫ ആക്രമിക്കാനുള്ള തീരുമാനത്തോടെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇസ്രയേലി പ്രതിരോധ സേനയിലെ പാരാട്രൂപ്പ് അംഗങ്ങൾ രംഗത്തെത്തി. 30 ഇസ്രയേലി പാരാട്രൂപ്പ് റിസർവിസ്റ്റുകളാണ് റഫേലെ കരയാക്രമണത്തെ വിമർശിച്ച് രംഗത്തെത്തിയത്. ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. റഫേലെ കരയാക്രമണം തന്ത്രപരമായ ഒരു അബദ്ധമായിരിക്കുമെന്നാണ് റിസർവ് ജനറൽ ഇസ്രായേൽ സീവ് വ്യക്തമാക്കിയത്. എന്നാൽ തങ്ങളുടെ ചുമതലകൾ നിറവേറ്റാൻ കഴിയുന്നില്ലെന്ന് റിസർവ് സൈനികർ പറഞ്ഞതായി ഇസ്രയേലി ചാനലായ 12 റിപ്പോർട്ട് ചെയ്യുന്നു. റഫേലെ സൈനിക നടപടിയിൽ പങ്കെടുക്കാൻ വിസമ്മതം അറിയിച്ചുകൊണ്ടുള്ള നിരവധി കത്തുകൾ തന്റെ സൈനികരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് ഒരു കമാൻഡർ വെളിപ്പെടുത്തി. എന്നാൽ എതിർപ്പുകളുണ്ടെങ്കിലും മുന്നോട്ട് പോകാനാണ് ഇസ്രയേലിന്റെ തീരുമാനം. 1.4 മില്യൺ ഫലസ്തീനികൾ തിങ്ങി താമസിക്കുന്ന ഗാസയുടെ തെക്കേ അറ്റത്തുള്ള നഗരമാണ് റഫ. അതിനാൽ ഇവിടെ ആക്രമിച്ച പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന അന്താരാഷ്ട്ര മുന്നറിയിപ്പുകളുണ്ട്. ഇതൊന്നും അവർ ചെവികൊള്ളുന്നില്ല. റഫേൽ നിന്ന് ഫലസ്തീനികളെ ഒഴിപ്പിച്ച് പ്രദേശം ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് ഒരു മുതിർന്ന ഇസ്രയേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത്. ഹമാസുമായി ബന്ദിമോചന കരാറിലെത്തിയാൽ റഫേലെ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചു. അമേരിക്കയുടെ ആശങ്കകളും അഭിപ്രായങ്ങളും വകവയ്ക്കാതെ റഫ ഓപ്പറേഷനുമായി മുന്നോട്ട് പോകില്ലെന്ന് ഇസ്രയേൽ ഉറപ്പു നൽകിയതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.